ഹായ് വ്യൂയേഴ്സ്, ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ സ്നാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫെസ്റ്റിവലായ ഹോളിയുടെ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, വേറെ വീഡിയോകളൊക്കെ കണ്ടിട്ട്. അപ്പം അത് മധുരം വെച്ചുള്ളതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഇത് സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അതിന് വേണ്ടുന്നത് നമുക്ക് മൈദയാണ് വേണ്ടുന്നത്. അപ്പൊ നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദക്കകത്തോട്ട് പിന്നെ നമുക്ക് 2 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് പിന്നെ ബോൾസ് ആക്കി വെക്കണം. അപ്പം നെയ്യ് ഒത്തിരി തോനെ ഒഴിച്ചാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് മയം ഉണ്ടായിരിക്കും, പരത്തിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി എടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിച്ചാൽ പിന്നെ നമുക്ക് ഇത്തിരി ലൂസായി പോകും, പിന്നെ വീണ്ടും പൊടി ഇടേണ്ടി വരും. അപ്പം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇളക്കിയെടുക്കാൻ. അങ്ങനെ ഇളക്കിയെടുത്ത് ബോൾസ് ആക്കി വെക്കണം. ചെറിയ ബോൾസ് ആക്കി വെക്കണം. ചെറിയ ബോൾസ് ആക്കി തന്നെ നമ്മളത് പരത്തിയെടുക്കുന്നത്. പിന്നെ അതിന് ഫില്ലിങ്സിന് ആവശ്യമായിട്ട് കുറച്ച് നട്ട്സ് വേണം. പിന്നെ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റവയാണ്. 1 കപ്പ് റവ എടുക്കണം. പിന്നെ കുറച്ച് 1 കപ്പ് തേങ്ങ ചിരകിയത്, ഇത്രയും ഐറ്റംസ്. പിന്നെ ഷുഗറും വേണം. അപ്പം നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്ക്കകത്തോട്ട് നമുക്ക് റവ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങായും നട്ട്സും പിന്നെ പഞ്ചസാര പൊടിച്ചു വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ പഞ്ചസാര പൊടിക്കാതാണ് ചേർത്തത്. അപ്പം ഇത് ഓരോന്നും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് അപ്പൊ തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഞ്ചസാരയും നട്ട്സും എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ചിട്ടിട്ട് വേണം നന്നായിട്ട് ഇളക്കിയെടുക്കാൻ. ഇനി ഞാൻ ഇപ്പൊ ഇവിടെ നട്ട്സിനകത്ത് ഇട്ടിരിക്കുന്നത് ബദാമും കപ്പലണ്ടിയും മാത്രമാണ്. നമ്മുടെ അടുത്ത് ഏത് നട്ട്സ് ആണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്താലും കഴിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ ഇത്രയും നട്ട്സ് മാത്രമേ, കപ്പലണ്ടിയും ബദാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പം നമ്മളത് വാങ്ങി വെച്ചിട്ട് ചെറിയ ചൂടാറാൻ വെക്കണം. അപ്പോഴത്തേ നമ്മൾ ബോൾസ് ആക്കി വെച്ചിരുന്ന ചെറിയ ബോൾസ് ഓരോന്ന് നമുക്ക് പരത്തിയെടുക്കാം. അത്യാവശ്യം സർക്കിളൊക്കെ ആയിട്ട് പരത്തിയെടുക്കണം. പിന്നെ നമുക്ക് ആ ഫില്ലിങ്സ് കൂടെ നിറച്ച് വെക്കാം. ഫില്ലിങ്സ് കൂടെ കൊടുക്കുക അതിനകത്തോട്ട് എടുത്തു വെച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യാം. കുറച്ച് വെള്ളം സൈഡിൽ തൊട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് അത് അടച്ചു വെച്ചിട്ട് നല്ലോണം ജോയിൻ ചെയ്തെടുക്കാം. വെള്ളം തൊട്ടില്ലെങ്കിലും നന്നായിട്ട്, ഞാൻ ആദ്യത്തെ 1-2 എണ്ണം വെള്ളം തൊട്ട് വെച്ചിട്ടാണ് അങ്ങനെ ആക്കി നോക്കിയത്. പിന്നെ ഞാൻ വെള്ളം തൊടാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ചതേ ഉള്ളൂ. നന്നായിട്ട് അടഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, ഫില്ലിങ്സ് ഒന്നും പുറത്തു പോകുന്നില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ഒക്കെ ആക്കണമെങ്കിൽ, കാണാൻ ഭംഗിക്കൊക്കെ ഡിസൈൻ ഒക്കെ ആക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഒക്കെ ആക്കി വെക്കാം. ഇതിന്റെ മോൾഡ് ഉണ്ട്, അത് എന്റെ അടുത്തില്ല ഇപ്പം. മോൾഡ് നേരത്തെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഈ ഷേപ്പിന്റെ. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് ഈ പരത്തി വെച്ചിരിക്കുന്നത് എടുത്തു വെച്ചിട്ട് നമുക്ക് ആ ഫില്ലിങ്സ് നടുക്കോട്ട് വെച്ചിട്ട് അതങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ മോൾഡ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ പരത്തി എടുത്ത് ഫില്ലിങ്സ് നിറച്ച് എല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി അതിനകത്തോട്ട്, ഇനി ഇത്രയും ഫില്ലിങ്സ് ബാക്കിയും വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയിൽ 2 എണ്ണം വെച്ച് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യമായിട്ട് ഗുജിയ ഉണ്ടാക്കി, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അങ്കിത്തിനും അബിക്കും ഒക്കെ നന്നായി ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ ആണ് ഉണ്ടാക്കാന്. ഞാനും ഇത്ര സിമ്പിൾ ആയിരുന്നെന്ന് അറിയത്തില്ലായിരുന്നു. ഈ ഹോളിക്കൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളവർ കൊണ്ടുതരുന്നത് കഴിച്ചിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം കഴിക്കാനും നല്ല രസമുണ്ട്. നമ്മള് രാത്രി ഉണ്ടാക്കി പിറ്റേന്ന് രാവിലത്തേക്ക് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കഴിച്ച് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം കുട്ടികൾക്ക് ഉറപ്പായും ഉണ്ടാക്കി കൊടുക്കുക. മൈദയുടെ ബേസിന് പകരം നമുക്ക് ഗോതമ്പ് പൊടിയും കൊണ്ട് ബോൾസ് ഉണ്ടാക്കി അത് പരത്തി അതിനകത്ത് ഫില്ലിങ്സ് നിറച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെ കൂടെ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പം ഇങ്ങനെ ചെറിയ തീയിലിട്ട് തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒറ്റ തീയിലിട്ടാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുജിയ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസണിലെ ഒരു സ്നാക്സ്. അപ്പം ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.